എടി പൊന്നമ്മേ മാറ്. ആ തങ്കമ്മേ. അരെ ശാന്തമ്മ സിംഗേ. എടോ കാന്തമ്മേ, ഇന്നലെ മിസ്റ്റേക്ക് പറ്റൂ ലെറ്റർ തന്റെ ബുക്കിൽ ആയിക്കോട്ടെ. അത് തനിക്കുള്ളതല്ല, ശാന്തിക്ക അങ്ങ് കൊടുത്തേക്ക്. വിജയ് തന്നാ താങ്ക്സ്. ഇങ്ങനെ പറഞ്ഞ എങ്ങനെ മനസ്സിലാവുന്നത്? ആരെങ്കിലും ഒരാൾ പറ. എങ്ങനെയാ പറയേണ്ടത്? എന്റെ ജീവിതം നശിപ്പിച്ചപ്പോ നിനക്ക് സമാധാനമായില്ലേ? ഈ കല്യാണം നടന്നു നീ എന്റെ ശവമായിരിക്കും പിന്നെ കാണുന്നത്. അപ്പോഴേ നിനക്ക് മനസ്സിലാവും നീ എത്ര വലിയ തെറ്റാ ചെയ്തെന്ന്. ഇങ്ങനെയൊക്കെ ആവുന്ന ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല. ഐ എം റിയലി വെരി സോറി. ഞാൻ അറിയാതെ ചെയ്തു പോയൊരു തെറ്റാണെങ്കിലും തനിക്ക് വേണ്ടി ഞാൻ ഇതിനെ പ്രായശ്ചിത്തം ചെയ്യും. ഇറ്റ്സ് എ പ്രോമിസ്. അളിയ ബണ്ണി ടെൻഷൻ അടിക്കാതെ. കല്യാണം നടത്താനാ പാട്, മുടക്കാൻ ഒരു പാടുമില്ല. അതിരിക്കട്ടെ, പയ്യനാരാണെന്ന് പറ. ഏതോ ഒരു DCP അരവിന്ദ്. DCP അരവിന്ദോ? വേണ്ടടാ, അയാൾ ഇടിയിൽ PhD എടുത്തവനാ. എന്താ അളിയ, നീ കോളേജ് പിള്ളേർ ഇടിച്ച പോലെ ഇത് അത്ര ഈസി ആണെന്നാണോ? ആ DCPക്ക് തോക്ക് വെറും പേന പോലെ അറിയോ? എടാ അളിയ, സൂപ്പർ ഐഡിയ ഉണ്ട്. ആ DCPക്ക് എയ്ഡ്സ് ഉണ്ടെന്ന് പറഞ്ഞാലോ? വേണ്ട, ഇനി നിങ്ങളുടെ ആരുടെ ഐഡിയ ഒന്നും ആവശ്യമില്ല. ഹലോ സർ, DCP അരവിന്ദാണോ സർ? യാ സ്പീക്കിംഗ്. സർ, എന്റെ പേര് ബണ്ണീന്ന. സർ, എനിക്ക് സാറിനെ ഒന്ന് പേഴ്സണലായിട്ട് കാണണം. എടാ അളിയ, നീ പോയി എന്താ പറയാൻ പോകുന്നത്? എന്താ പറയണമെന്ന് അറിയില്ല. എങ്ങനെ കല്യാണം മുടക്കിയേ പറ്റൂ, അത് മാത്രമേ അറിയൂ. വിജയ, എന്താ അളിയ? ഞാൻ ട്രൈ ചെയ്യുന്നത് നടന്നില്ലെങ്കിൽ ഡൗട്ടേ വേണ്ട, ഡെഡ് ബോഡിയാ. നീ പേടിക്കാടാ, ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഈ പറഞ്ഞ എന്റെ കാര്യമല്ലടാ, പിന്നെ നിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എല്ലാം നീയായിട്ട് വരത്തി വെച്ചല്ലേ. ഞാൻ വരട്ടെ. 5 മിനിറ്റ് വെയിറ്റ് ചെയ്യും. സാർ ശരി സാർ. അളിയ, കുഴപ്പമുണ്ടെങ്കിൽ മിസ് കോൾ അടിക്കണേ. ഓടി രക്ഷപ്പെടാനായിരിക്കും. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. എവിടെ അവന്മാര്? ശരിയാക്കാൻ പറ്റുമോ ഞാനൊന്ന് നോക്കട്ടെ. ഇവിടെ മാറ്. സർ, ഞാൻ ഫോൺ ചെയ്തില്ല. വാട്ട് ഫോൺ? ഇന്നലെ ഒരു പേഴ്സണൽ കാര്യം പറയണമെന്ന് പറഞ്ഞ്. ഓ ബണ്ണി. സിറ്റ് സിറ്റ്. താങ്ക് യു സർ. വാട്ട്സ് ദ മാറ്റർ? സർ, സർ, അത് മധുമതിയെ കല്യാണം കഴിക്കാൻ പോകുന്നത്. യെസ്, ഓഫ് കോഴ്സ്, ഞാൻ തന്നെ. എന്താ കാര്യം? സർ, അതെ. കം ഓൺ മാൻ, ടൈം പോകുന്നു. സർ, സർ, ഈ മാരേജ് നടന്നുകൂടാ സർ. വാട്ട്? എന്താ എന്താ പറഞ്ഞേ? വൈ? കമോൺ കമോൺ ടെൽ മീ. എന്താ നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞേ? എന്താ നീ ഉദ്ദേശിക്കുന്നത്? കമോൺ കമോൺ. എന്റെ കല്യാണം മുടക്കാൻ വന്നാണോ? യു വാണ്ട് ടു സ്റ്റോപ്പ് മൈ മാരേജ്? നോ നോ. നീ എന്തിനാ അങ്ങനെ പറയുന്നത്? വൈ ഡിഡ് യു ടെൽ മീ ദാറ്റ്? ഏയ്, അതിനെന്തെങ്കിലും കാരണമില്ല നീ പറയില്ലല്ലോ. എന്തെങ്കിലും ഉണ്ടായിരിക്കുമല്ലോ അല്ലേ? പറയണം. കാരണം ഉണ്ടെങ്കിൽ അത് പറയാൻ നീ പറയുന്നു. അതോ ഞാനും മധുമതിയും കുറെ നാളായിട്ട് പ്രേമത്തിലാണ് സർ. ഞാൻ പ്രേമിക്കില്ല സർ. ഞാൻ പ്രേമിക്കില്ല സർ. പ്ലീസ് പ്രോമിസ് സർ. പ്ലീസ് സർ, പ്ലീസ് സർ, പ്ലീസ്. നിന്റെ ജോലി എന്താ? വാട്ട്? പിസ്സ ഡെലിവറി. പിസ്സ ഡെലിവറി ബോയ്? ഷീറ്റ് ഷീറ്റ്. ആ പെണ്ണിന്റെ റേഞ്ച് എന്താണെന്ന് എനിക്കറിയോ? യു നോ മൈ സ്റ്റാറ്റസ്. അവളെ ഞാൻ മഹാറാണി ആക്കും. മഹാറാണി ആക്കൂടാ ഞാൻ.
എന്നാ നീയോ ലുക്ക്, നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, എന്നാലും അവളെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നുള്ളൂ. നിനക്ക് എന്ത് ചെയ്യാമെങ്കിലും ചെയ്തോ. Go. Go. ഞാൻ പൊക്കോളാം സാർ. സാർ അവളെ തന്നെ കല്യാണം കഴിച്ചോ. പക്ഷെ നിങ്ങളുടെ കല്യാണം നടക്കുന്ന ആ നിമിഷം തന്നെ എന്റെ മധുമതി സങ്കടം സഹിക്കാൻ വയ്യാതെ ആത്മഹത്യ ചെയ്തിരിക്കും. നോക്കിക്കോ സാർ. അവള് പോയ പിന്നെ ഒരു നിമിഷം പോലും ഞാൻ ജീവിച്ചിരിക്കില്ല. അവള് പോയിടത്തേക്ക് ഞാനും പോവും. അവള് പോയിടത്തേക്ക് ഞാനും പോവും സാർ. പിന്നെ ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കില്ല. അല്ലെങ്കിൽ സാറ് കണ്ടോ. അടുത്ത ഡെലിവറിക്ക് സമയമായി. പോവാം. അല്ല അളിയ, ഇത് വർക്കൗട്ട് ആവൂ? പിന്നെ ആ DCP നമ്മുടെ പെർഫോമൻസിൽ ഫ്ലാറ്റ് ആയില്ലടാ. നിങ്ങൾ തമ്മിൽ പ്രേമിക്കുന്ന കാര്യം ആ DCPയോട് പറഞ്ഞൊക്കെ ശരി, ആ കാര്യം ആ പെണ്ണിനോട് പറഞ്ഞ? അവളോട് എന്തിനാടാ പറയുന്നത്? ഒരുപക്ഷെ DCP അത് ആ പെണ്ണിനോട് ചോദിച്ചാ? എന്റെ ഈശ്വര, ഇന്നാ DCPയുടെ കൈക്ക് ജോലിയാവുമല്ലോ. എക്സ്ക്യൂസ് മീ, ഇവിടെ മധുമതി തേർഡ് ഇയർ, ഒരു സെക്കൻഡ് വിളിക്കാമോ? സാറ് വുഡ് ബി, അങ്ങനെ പറയൂ. ഓക്കെ സാർ. ഈശ്വര. സാർ, യൂണിവേഴ്സിറ്റി കോളേജ് നമ്മൾ ഗംഭീരടി സാർ. രണ്ടുപേരും സ്പോട്ടിൽ തീർന്നു പോയി സാർ. സാർ പെട്ടെന്ന് വരണം, എന്തെങ്കിലും ചെയ്യണം. ഹലോ ഹലോ സാർ, വേഗം വരണം സാർ, വേഗം വേഗം വരണം. നാളെ മുതൽ ഞാൻ കോളേജിൽ വരില്ല. കല്യാണം കഴിഞ്ഞാലും നിനക്ക് പഠിക്കാവുന്നല്ലേ ഉള്ളൂ. അതിന് അയാൾക്ക് സമ്മതമില്ലാന്ന്. മധുമതി, കുട്ടിയെ കാണാൻ വേണ്ടി ആരോ വന്നിരിക്കുന്നു. ആരാ? ഉഡ്ബി ആണെന്നാ പറഞ്ഞത്. ഇവനോ? ഏയ് ഏയ്, നീ എന്റെ ബുദ്ധിയാണെന്ന് പറഞ്ഞു. ഞാൻ എന്തിനാണോ അങ്ങനെ പറയുന്നത്? പിന്നെ എന്താ നീ പറഞ്ഞത്? നമ്മൾ രണ്ടുപേരും ലവേഴ്സ് ആണെന്ന് ഞാൻ പറഞ്ഞോളൂ. What? നമ്മൾ തമ്മിൽ ലവ് ആണെന്ന് പറഞ്ഞോ? നിനക്കെന്താ ഭ്രാന്തുണ്ടോ? അയ്യോ, ആ DCP ആയിട്ട് രണ്ടുപേരും തട്ടും. അപ്പോ ആ DCPയോട് നീ പറഞ്ഞോ? അയാളോട് പറയാതിരുന്ന എങ്ങനെയാ? ഞാൻ അങ്ങനെ പറഞ്ഞതേ DCPയോടാ. DCPയോടോ? എടാ വെന്റലേ, അയാളോട് എന്തിനാ അങ്ങനെ പറഞ്ഞേ? എടോ, ആ കല്യാണം മുടക്കാൻ വേണ്ടി വേറൊരു വഴിയില്ലാത്തോണ്ടാ എനിക്ക് അങ്ങനെ പറയേണ്ടി വന്നത്. ആ DCP ഒന്ന് ചോദിച്ചാലും താൻ അങ്ങനെ പറയാവൂ പ്ലീസ്. നിന്നെ ഞാൻ പ്രേമിക്കുന്നു പറയാനോ? നോ, ഇംപോസിബിൾ. എടോ, അങ്ങനെ പറഞ്ഞാൽ തന്റെ കല്യാണം നടക്കില്ല. താൻ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ആ DCP എന്നെ കൊന്നുകളയും. അതുകൊണ്ടാ പ്ലീസ്. വേറെ എന്തൊക്കെ പറഞ്ഞാലും നിന്നെ പ്രേമിക്കുന്നു മാത്രം ഞാൻ പറയില്ല പ്ലീസ്. അല്ലെങ്കിൽ DCP എന്നെ. ആർക്കാതൊരു ധൈര്യം? എന്നെ വിളിച്ച് കള്ളം പറഞ്ഞാണെന്നോ? ഷിറ്റ്, അവൻ ആരാണെന്ന് വേഗം അന്വേഷിക്കുക. ഐ ഹാവ് സം പേഴ്സണൽ വർക്ക്. നീ ഇവനെ പ്രേമിക്കുന്നുണ്ടോ? പറയാൻ. എത്ര നാളായി? 5 വർഷമായി. അങ്ങനെയാണെങ്കിൽ കല്യാണം കഴിച്ചൂടെ? പഠിത്തം പൂർത്തിയാക്കിയിട്ട് കഴിക്കാന്ന് വിചാരിച്ചു. എന്നോട് നേരത്തെ പറയായിരുന്നല്ലോ. എന്റെ സ്റ്റാറ്റസ് എന്താണെന്നറിയില്ലേ? എന്ത് സ്വപ്നങ്ങളാ ഞാൻ കണ്ടെന്നറിയോ? നിനക്ക് വേണ്ടി കാഞ്ചീപുരത്തുനിന്ന് 100 പട്ടുസാരിയാ ഞാൻ വാങ്ങിയത്. സാർ, വേണമെങ്കിൽ പട്ടുസാരി മുഴുവൻ ഞാൻ വിദ്യാഭ്യാസം. ഇക്കാര്യം നിന്റെ അച്ഛനറിയാമോ? അയ്യോ സാർ, അദ്ദേഹത്തോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. സാർ ഒരു ജെന്റിൽമാൻ ആയതുകൊണ്ട് സാറിന്. ആരാടാ പറഞ്ഞ ഞാൻ ജെന്റിൽമാൻ ആണെന്ന്? ഐ ആം നോട്ട് എ ജെന്റിൽമാൻ. 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 ഞാൻ ജെന്റിൽമാനേ അല്ല. ഐ ആം നോട്ട് എ ജെന്റിൽമാൻ. ഐ ആം നോട്ട് എ ജെന്റിൽമാൻ. ഐ ആം നോട്ട് എ ജെന്റിൽമാൻ. മധു, അന്ന് കണ്ട ലെറ്റർ എനിക്കുള്ളതായിരുന്നു എന്ന് ഞാൻ എന്റെ ഡാഡിയോട് പറയട്ടെടി. ഇനി എന്ത് പറഞ്ഞിട്ടെന്താ? എന്റെ പേടിയല്ല DCP വന്ന് എന്റെ അച്ഛനോട് ഇതൊക്കെ പറയൂ എന്നുള്ളതാ. അവനെ ഞാനൊരു പാഠം പഠിപ്പിക്കും. എന്നെ കുറിച്ച് അവൻ എന്താ വിചാരിച്ചേ? എന്റെ തല കുനിപ്പിച്ചു കളഞ്ഞില്ലേ അവൻ? അവനെ ഞാൻ വെറുതെ വിടുമെന്ന് കരുതണ്ട.
ഞാൻ ആരാണെന്ന് അവന് കാണിച്ചു കൊടുക്കാം. സാറിങ്ങനെ വിഷമിച്ചാൽ എങ്ങനെ വിഷമിക്കാതിരിക്കും? എനിക്കുണ്ടായ അവമാനം എത്രത്തോളമാണെന്ന് നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലായില്ലടാ. എന്ത് പറ്റിയടാ? എന്തിനാ ഇങ്ങനെ ബഹളം വെക്കുന്നേ? ആ DCP തെണ്ടി പറയുക അവനിപ്പോ ഉടനെ കല്യാണം വേണ്ടെന്ന്. കാര്യം എന്താടാ? ആർക്കറിയാം? ഹ, എത്രയൊക്കെ ചോദിച്ചിട്ടും പറഞ്ഞു തുളയ്ക്കണ്ടേ അവൻ. അച്ഛാ, അച്ഛൻ ദേഷ്യപ്പെടില്ലെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? എന്താ? അന്ന് കണ്ട ആ ലെറ്റർ എനിക്കാരും തന്നതല്ല. ഇവളുടെ ബോയ് ഫ്രണ്ട് ഇവൾക്ക് എഴുതി കൊടുത്തതാ. അതെ അങ്കിൾ, ആക്ച്വലി എന്താ ഉണ്ടായെന്ന് വെച്ചാ ആ ബുക്സ് എന്റെയാണെന്ന്. വെക്കോ, മേലാൽ എന്റെ മോളോട് മിണ്ടിപ്പോകരുത്. അച്ഛാ, ഏതായാലും കല്യാണം മുടങ്ങിപ്പോയില്ലേ? ഞാൻ തെറ്റൊന്നും ചെയ്തില്ല എന്ന് അച്ഛന് മനസ്സിലായല്ലോ. നാളെ മുതൽ ഞാൻ കോളേജിൽ പോയിക്കോട്ടെ അച്ഛാ, പ്ലീസ്. എന്താ കാന്തമ്മ മേഡം, നല്ല ഹാപ്പിയിലാണല്ലോ. അപ്പൊ കല്യാണം മുടങ്ങിയല്ലേ? എന്നിട്ടാണോ ഒരു താങ്ക്സ് പോലും പറയാത്തെ? എന്തിനു പറയണം? താൻ തെറ്റിയതിട്ടല്ലേ സോൾവ് ചെയ്യേണ്ടി വന്നത്. ഇതിനത്തെ റിയാക്ഷനോ? ഒറിജിനൽ ഗണ്ണ അയാൾ എന്റെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്. അന്നേരത്തെ എന്റെ അവസ്ഥ താനൊന്ന് ആലോചിച്ച് നോക്ക്. ജസ്റ്റ് മിനിറ്റ്. ഹലോ സാർ, 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 ശരി സാർ, സാർ, ഓക്കെ സാർ. ആരാ? നമ്മുടെ DCP-യാ. നമുക്ക് രണ്ടുപേർക്കും വേണ്ടി ലഞ്ച് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഞാനങ്ങ് വരില്ല. വരണ്ട, അല്ലെങ്കിലേ പോലീസുകാർക്ക് സംശയം കൂടുതലാ. സത്യം പറഞ്ഞാൽ വീണ്ടും താനുമായിട്ടുള്ള കല്യാണം ഫിക്സ് ചെയ്യും. അത് മുടക്കം എന്നെ വിളിച്ചേക്കരുത്. ഞാൻ വരുന്നില്ല. പ്ലീസ്, പ്ലീസ്.